ഇസ്ലാം ജീവിതത്തിന്റെ കണ്ണാടി എന്ന തലക്കെട്ടിൽ തനിമ അഖില സൗദി തലത്തിൽ നടത്താനിരിക്കുന്ന പ്രചാരണ പരിപാടികളുടെ ക്യാമ്പയിനിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അതിരറ്റ ദയാപരനായ അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിർവഹിച്ചതായി ഞാൻ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ഈ ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. മുസ്ലിം സമുദായം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മത്ത് മുസ്ലിമ അല്ലെങ്കിൽ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിം സമുദായം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമുദായം. ഈ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് കൈമാറിയിട്ടുള്ള ദൗത്യം എന്താണ് എന്ന് അവരെ ആവർത്തിച്ചു ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനിന്റെ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ സ്ത്രീകൾ നിൽക്കുകയാണ് പിന്നിൽ. അവർക്ക് കുറച്ചുകൂടി മുന്നിൽ സീറ്റിട്ട് കൊടുത്താൽ അവരിരുന്നോളും. സ്ത്രീകൾക്ക് പലപ്പോഴും നമ്മുടെ പിന്നിലാണ് നമ്മൾ സൗകര്യം ചെയ്യാറുള്ളത്. അത് തന്നെ സൗകര്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാറില്ല, അല്ലേ? സമുദായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മത്ത് ആണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാനൊരു കാരണമുണ്ട്. രണ്ട് വാക്കുകൾക്ക് നമ്മൾ സമുദായം എന്നർത്ഥം പറയാറുണ്ട്. ഒരു വാക്ക് ഖൗം എന്ന വാക്കാണ്, മറ്റേ വാക്ക് ഉമ്മത്ത് എന്ന വാക്കും. ഖൗം എന്ന വാക്കിന്റെ അർത്ഥം ഒരു വംശീയ ജനവിഭാഗം അല്ലെങ്കിൽ ഒരു ദേശീയ ജനവിഭാഗം എന്നാണ്. ഒരു വംശത്തിൽ പിറന്നവരൊക്കെ ഒരു ഖൗം എന്ന് വിശേഷിപ്പിക്കാം. ഒരു ദേശത്തിൽ പിറന്നവരെയൊക്കെ ഒരു ഖൗം എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ ഉമ്മത്ത് എന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ്. ഉമ്മത്ത് എന്ന ആശയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഖൗമുൻ മഅ റിസാല, ഒരു പ്രത്യേക ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു സമൂഹം എന്നാണ്. ഏത് വംശത്തിൽ പിറന്നു എന്നുള്ളതല്ല, ഏത് ദേശത്ത് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല ഉമ്മത്തിനെ ഉമ്മത്താക്കുന്നത്. അവർക്ക് പൊതുവായ ഒരു ദൗത്യമുണ്ടോ എന്നുള്ളതാണ്. പ്രവാചകന്മാർ ഓരോ ഖൗമിലേക്കുമാണ് വരുന്നത്. എന്നിട്ട് ആ ഖൗമിനെ അഭിസംബോധന ചെയ്യുന്നത് യാ ഖൗമി, എന്റെ സമുദായമേ എന്നാണ്. എന്റെ സമുദായമേ എന്നാണ്, എന്റെ ജനമേ എന്ന്. അതിൽ വിശ്വസിച്ചവരുണ്ടാകും, വിശ്വസിക്കാത്തവരുണ്ടാകും, വിശ്വാസികളോട് ശത്രുത പുലർത്തുന്നവരുണ്ടാകും, വിശ്വാസത്തെ അശേഷം സമ്മതിച്ചു കൊടുക്കാത്ത ആളുകളുണ്ടാകും. അവരെ എല്ലാവരെയും കൂടി അഭിസംബോധന ചെയ്യുകയാണ് യാ ഖൗമി, എന്റെ ജനമേ എന്ന്. ആ അഭിസംബോധനയ്ക്ക് ശേഷം അവരുടെ മുമ്പിൽ ആശയങ്ങൾ അവതരിപ്പിക്കും. ആശയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകനിൽ കുറെ ആളുകൾ വിശ്വസിക്കും. പ്രവാചകൻ ഏറ്റെടുത്ത ദൗത്യം ഞങ്ങളുടെ കൂടി ദൗത്യമാണ് എന്ന് സമ്മതിച്ചു പറയും. ആ ആളുകളെയാണ് പിന്നീട് ആ പ്രവാചകന്റെ ഉമ്മത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു, ഹസ്രജ് വംശത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു, ദൂതന്മാരായ
ആളുകളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു വന്ന ആളുകളുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തിയവരുണ്ടായിരുന്നു. റോമിൽ നിന്ന് വന്ന സുഹൈബ് ഉണ്ടായിരുന്നു. പേർഷ്യയിൽ നിന്ന് വന്ന സൽമാനുൽ ഫാരിസി ഉണ്ടായിരുന്നു. അബ്സീനിയയിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. ഇവർ ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ്, ഏത് ദേശത്തിൽ ജനിച്ചവരാണ്, ഏത് ഭൂഖണ്ഡത്തിലുള്ളവരാണ് എന്നത് പ്രശ്നമായിരുന്നില്ല. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം അംഗീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ദൗത്യം ഏറ്റെടുക്കണം എന്നവരോട് പറഞ്ഞോ ആ ദൗത്യം ഏറ്റെടുക്കുവാൻ അവർ സന്നദ്ധരായി. അതുകൊണ്ട് അവർ വ്യത്യസ്ത ദേശീയ ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും വ്യത്യസ്ത വംശീയ ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ അവർ ചേർന്നു എന്നർത്ഥം. അതുകൊണ്ട് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യമുള്ള സമൂഹമാണ് എന്നാണ് അർത്ഥം. എന്താണ് ഈ ഉമ്മത്തിന്റെ ആദർശം? എന്താണ് ഈ ഉമ്മത്തിന്റെ ദൗത്യം? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഉമ്മത്തിന്റെ ആദർശത്തിൽ നിന്ന് തന്നെയാണ് ഈ ഉമ്മത്തിന്റെ ലക്ഷ്യം വന്നു ചേരുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് തന്നെയാണ് ഈ ഉമ്മത്തിന്റെ ദൗത്യവും വന്നു ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ ആദർശം? നമ്മുടെ മൗലികമായ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കലിമത്ത്. ലാ ഇലാഹ, ഒരിലാഹുമില്ല, എനിക്കാരാധിക്കാൻ, എനിക്കനുസരിക്കാൻ, എനിക്ക് വണങ്ങാൻ, എനിക്ക് വഴങ്ങാൻ, എനിക്ക് കാര്യങ്ങൾ ചോദിക്കുവാൻ, എനിക്ക് സങ്കടങ്ങൾ ഉണർത്തിക്കുവാൻ, എനിക്ക് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുവാൻ, എനിക്ക് ഭയപ്പെടുവാൻ ലാ ഇലാഹ, ഒരിലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. ഇത് ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. മനുഷ്യനെന്ന നിലക്ക് ഞാനാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നവൻ ഈ പ്രപഞ്ചത്തിൽ. എനിക്കുപരിയായി ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുമില്ല. എന്നാൽ എനിക്കുപരിയായ ഒരു ശക്തിയുണ്ട്, ഉപരിലോകത്തുള്ള ഒരു ശക്തി. ആ ശക്തി അല്ലാഹുവാണ്. ആ അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നതോടുകൂടി പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ സൃഷ്ടിജാലങ്ങളും എനിക്ക് സമന്മാരായി തീർന്നു, അല്ലെങ്കിൽ എനിക്ക് താഴെ നിൽക്കുന്ന അവസ്ഥയിൽ വന്നു. ഇത് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. എനിക്ക് ഇലാഹില്ല ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ എന്നുള്ളത്. ഇത് നമ്മൾ കൽബിൽ ഉറപ്പിക്കുകയാണ്. ഇത് നമ്മൾ നാവുകൊണ്ട് വെളിവാക്കി പറയുകയാണ്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പുതിയ മലയാളത്തിൽ പറയും. പഴയ മലയാളത്തിൽ ഞാൻ എൻ്റെ കൽബിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു എന്ന് പറയും. ഞാൻ എൻ്റെ കൽബിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുകയാണ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരിലാഹുമില്ല എന്നുള്ള കാര്യം. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ ഖൽബിൽ ഉറപ്പിച്ച് വീണ്ടും വെളിവാക്കി പറയുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഇതാണ് നമ്മുടെ അഖീദ, ഇതാണ് നമ്മുടെ ആദർശം, മൗലികമായ ആദർശം ഇതാണ്. ഈ ആദർശമാണ് നമ്മെ മുസ്ലിങ്ങളാക്കുന്നത്. ഇസ്ലാമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞിരിക്കും. നമ്മൾ ജനിച്ച് ഭൂമിയിൽ വന്ന ഉടനെ കേട്ടിട്ടുള്ള വാചകങ്ങൾ ഇതാണ്, ബാങ്കായിട്ടും ഇഖാമത്തായിട്ടും. നമ്മുടെ ഉമ്മമാരുടെ നാവിൽ നിന്ന്
നമ്മളെ പാടി ഉറക്കിയ സന്ദർഭത്തിൽ നമ്മൾ കേട്ട വചനങ്ങൾ ഇതാണ്. ആ വചനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ആദർശം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് കേവലമായ ഒരു പ്രഖ്യാപനമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അച്ചുതണ്ടാണിത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അച്ചുതണ്ടാണിത്. ആ അച്ചുതണ്ടിലാണ് ഏതൊരു മനുഷ്യന്റെയും ഏതൊരു മുസ്ലിമിന്റെയും ജീവിതം കറങ്ങുന്നത്. എവിടെ ചെന്നാലും അവന്റെ ഇലാഹ് അല്ലാഹു മാത്രം. എവിടെ ചെന്നാലും അവന്റെ മാതൃകാപുരുഷൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ഏതൊരു മുസ്ലിമിന്റെയും ജീവിതത്തിന്റെ അച്ചുതണ്ടാണ് ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. ഈ ആശയത്തിന്റെ വിപുലീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ വശങ്ങളിലേക്കും പോകുവാൻ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അത് കലിമത്തുൻ തയ്യിബയാണ്, പരിശുദ്ധ വാക്യമാണ്. ആ പരിശുദ്ധ വാക്യത്തെ അല്ലാഹു ഉദാഹരിക്കുന്നുണ്ട്. കശജറത്തിൻ തയ്യിബ, ഒരു വടവൃക്ഷം, ഒരു വലിയ വൃക്ഷം. ആ വൃക്ഷത്തോടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉപമിക്കുന്നത്. അസ്ലുഹാ സാബിത്തുൻ ഫിൽ അർദ്, അതിന്റെ വേരുകൾ ഭൂമിയുടെ അന്തരാളത്തിലേക്ക് ആണ്ടിറങ്ങിയതാണ്. വഫർഉഹാ ഫിസ് സമാ, അതിന്റെ കൊമ്പുകളും ചില്ലകളും ആകാശത്തിന്റെ ഔന്നത്യത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു വടവൃക്ഷത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അതിനോട് തുലനപ്പെടുത്തി നിങ്ങൾക്ക് ചിന്തിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വേരുകൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് ആണ്ടിറങ്ങിയതാണ്. അവിടെയുള്ള മുഴുവൻ വിചാരങ്ങളുമായി, അവിടെയുള്ള മുഴുവൻ നാഡിഞരമ്പുകളുമായി കെട്ടുപിണഞ്ഞ് ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതിനെ പിഴുതെടുത്ത് മാറ്റാൻ കഴിയില്ല. ഏത് ഭൂമികുലുപ്പമുണ്ടായാലും, ഏത് ഭൂകമ്പമുണ്ടായാലും, ഏത് കൊടുങ്കാറ്റുണ്ടായാലും, ഏത് വെള്ളപ്പൊക്കമുണ്ടായാലും അതിനെ പിഴുതുമാറ്റുവാനോ കടപുഴക്കുവാനോ സാധ്യമല്ലാത്ത വിധം ആ വടവൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയുടെ അന്തരാളത്തിലേക്ക് ആണ്ടിറങ്ങിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്ടിറങ്ങിയിരിക്കുന്നു. ആ വടവൃക്ഷത്തിന്റെ കൊമ്പുകളും ചില്ലകളും ആകാശത്തിന്റെ ഔന്നത്യത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് പോലെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ആ ഖുർആൻ സൂക്തം വീണ്ടും നീണ്ടുപോകുന്നുണ്ട്. ദൈർഘ്യഭയമുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം ടച്ച് ചെയ്യുന്നില്ല, വിടുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് വായിച്ചു നോക്കണം. കലിമത്തുൻ തയ്യിബയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള വാക്കുകൾ. ഈ വാക്കുകൾ ഈ വിചാരത്തോടുകൂടി ഒരു മനുഷ്യൻ, ഈ ബോധത്തോടുകൂടി ഒരു മനുഷ്യൻ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അയാൾ മനസ്സിലാക്കുന്നത് എന്റെ ഇലാഹ് അല്ലാഹുവാണ്. എന്റെ ഇലാഹ് അല്ലാഹുവാണ് എന്നുള്ളതിനർത്ഥം എന്റെ മാത്രം ഇലാഹ് അല്ലാഹുവാണ് എന്നല്ല, മറിച്ച് എന്റെയും അഖില പ്രപഞ്ചത്തിന്റെയും ഇലാഹ് അല്ലാഹു മാത്രമാണ്. ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരാൾ അംഗീകരിക്കുമ്പോഴാണ്
ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള വചനം അയാൾക്ക് ഈ അർത്ഥത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്നത്. ഈ പ്രപഞ്ചമഖിലം അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നയാൾ മനസ്സിലാക്കുകയാണ്. ഞാനുമിതാ ഏതൊരു അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായിട്ടാണോ ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ആ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസൃതമായി ചലിക്കാൻ ഞാനും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അവൻ ആകാശത്തിലെ ഇലാഹു മാത്രമല്ല, അവൻ ഭൂമിയിലെ ഇലാഹാണ്. അവൻ സൂര്യചന്ദ്രന്മാരുടെ ഇലാഹു മാത്രമല്ല, അവൻ മനുഷ്യരുടെ ഇലാഹാണ്. അവൻ മലക്കുകളുടെ ഇലാഹു മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ ആത്മാവും ശരീരവുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഇലാഹാണ്. അതുകൊണ്ട് ആ ഇലാഹിന്റെ കൽപ്പനകളാണ് എന്റെ ജീവിതത്തിൽ പുലരേണ്ടത്. ആ ഇലാഹിന്റെ കൽപ്പനകളാണ് ഈ ഭൂമിയിൽ പുലരേണ്ടത്. ആ ഇലാഹിന്റെ കൽപ്പനകളാണ് മനുഷ്യകുലത്തെ മുഴുവൻ നയിക്കേണ്ടത്. കാരണം അവനാണ് ഇലാഹ്, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആദർശത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇലാഹായ അല്ലാഹു, ആ അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും ആ ഉലൂഹിയത്ത് അംഗീകരിക്കണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പവും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹവും. പക്ഷേ ഇത് അംഗീകരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണ്, ഈ ലോകത്തേക്ക് കണ്ണോടിക്കുകയാണ്. ലോകത്ത് കണ്ണോടിക്കുമ്പോൾ ലോകത്ത് മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് ജാഹിലിയ്യത്തിന്റെ വിളയാട്ടമാണ്. ജാഹിലിയ്യത്തിന്റെ വിളയാട്ടം. ഈ അള്ളാഹുവിന്റെ ഉലൂഹിയ്യത്ത് അംഗീകരിക്കുന്ന സമ്പ്രദായങ്ങളല്ലാത്ത എല്ലാ സമ്പ്രദായങ്ങളെയുമാണ് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ ജാഹിലിയത്ത് എന്ന് പറയുന്നത്. ജാഹിലിയത്ത് എന്ന് പറയുന്നത് മനോഹരമാണത്. ജാഹിലിയത്ത് സ്വതന്ത്രമായി വിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ജാഹിലിയത്തിനെ അതിന്റെ പ്രകടന രംഗങ്ങളോട് ചേർത്തുകൊണ്ടേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. ഖുർആൻ പരിശോധിച്ചു നോക്കൂ. മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങൾ, ഫിലോസഫികൾ, തത്വചിന്തകൾ, ദർശനങ്ങൾ, മീമാംസകൾ, ഇതെല്ലാം ഊഹാധിഷ്ഠിതമാണ്. ഏത് തത്വചിന്തയാണെങ്കിലും ഏത് ദർശനമാണെങ്കിലും എല്ലാം ഊഹാധിഷ്ഠിതമാണ്. അതിനാണ് ലന്നുൽ ജാഹിലിയ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ലന്നുൽ ജാഹിലിയ, ജാഹിലിയ ഊഹാപോഹങ്ങൾ. അത് ക്യാപിറ്റലിസമാണെങ്കിലും കമ്മ്യൂണിസമാണെങ്കിലും അസ്തിത്വവാദമാണെങ്കിലും ഇന്ന് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സിദ്ധാന്തങ്ങളാണെങ്കിലും ആ സിദ്ധാന്തങ്ങളെല്ലാം ജാഹിലിയ ഊഹാപോഹങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ജാഹിലിയ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾ നിലവിൽ വരുമ്പോൾ ആ രാഷ്ട്രങ്ങൾ ഹുക്കുമുൽ ജാഹിലിയ, ജാഹിലിയ ഹുക്കുമ്, ജാഹിലിയ വ്യവസ്ഥിതിയുള്ള രാഷ്ട്രങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലുള്ള അധികാരങ്ങൾ ലോകത്ത് നിലനിൽക്കുമ്പോൾ അത് മുഖേന വന്നു ചേരുന്ന രണ്ട് ജാഹിലിയത്തുകളെ വീണ്ടും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഹമിയ്യത്തുൽ ജാഹിലിയ, ജാഹിലിയ പക്ഷപാതിത്വങ്ങൾ, ദേശീയ പക്ഷപാതിത്വങ്ങൾ, വംശീയ പക്ഷപാതിത്വങ്ങൾ, സങ്കുചിതത്വങ്ങൾ. ആ സങ്കുചിതത്വങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ ഹമിയ്യത്തുൽ ജാഹിലിയ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അഴിഞ്ഞാട്ടങ്ങൾ, സംസ്കാരശൂന്യമായിട്ടുള്ള അവസ്ഥ,
അതിനെ തബറുജുൽ ജാഹിലിയ എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ലന്നുൽ ജാഹിലിയത്തിൽ നിന്ന് വരുന്ന ഹുക്കുമുൽ ജാഹിലിയത്തും ആ ഹുക്കുമുൽ ജാഹിലിയത്തിലൂടെ ഉണ്ടായിത്തീരുന്ന ഹമിയത്തുൽ ജാഹിലിയത്തും അതുപോലെ തന്നെ തബറുജുൽ ജാഹിലിയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അവന്റെ കൺമുന്നിൽ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ്? അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് എന്ന് പറയുന്ന ഒരാശയമുണ്ടല്ലോ. ആ ആശയം വിശ്വസിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജാഹിലിയ സംവിധാനങ്ങളുണ്ടല്ലോ, ആ ജാഹിലിയ സംവിധാനങ്ങൾ മാറ്റി അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ. ആ ആശയത്തെയാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. ഇഖാമത്തുദ്ദീൻ, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ ലോകത്ത് വരണം. അള്ളാഹുവിന്റെ ദിവ്യത്വം അംഗീകരിക്കപ്പെടുന്ന, അവനെ ആരാധിച്ചനുസരിച്ച് അവന് വണങ്ങി വഴങ്ങി ജീവിക്കുന്ന മനുഷ്യ സഞ്ചയങ്ങൾ ഈ ലോകത്ത് ജന്മം കൊള്ളണം എന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന്റെ പേരാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ ഭൂമിയിൽ നിലനിർത്തുക. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ ഭൂമിയിൽ നിലനിർത്തുക. ദീൻ എന്ന് പറയുന്ന ആശയത്തെ നമ്മളൊന്ന് പരിശോധിക്കണം. വിശുദ്ധ ഖുർആൻ ദീൻ എന്ന വാക്ക് ആരാധനാ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബയ്യിനയിൽ നമസ്കാരത്തെ സംബന്ധിച്ചും സക്കാത്തിനെ സംബന്ധിച്ചും പറഞ്ഞ ഉടനെ ദാരിക ദീനുൽ ഖയ്യിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും ശരിയായ ദീൻ. ദീനുൽ ഖയ്യിം എന്നുള്ള വാക്ക് പ്രയോഗിച്ചു. അത് ആരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിന്റെ ഒരു പ്രധാന സന്ധിയിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന പ്രഖ്യാപനം. അവിടെ ദീൻ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രയോഗിക്കുന്നതിന് മുമ്പ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഏറ്റവും പ്രധാനമായി വിശദീകരിച്ചിട്ടുള്ളത്. അതായത് സിവിൽ നിയമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് അല്ലാഹു ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി ക്രിമിനൽ നിയമങ്ങളെ സംബന്ധിച്ച്, ക്രിമിനൽ ശിക്ഷാ നടപടിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ദീൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. വ്യഭിചാരിണിയെയും നിങ്ങൾ അടിക്കണം, ശിക്ഷിക്കണം എന്ന് പറഞ്ഞിടത്ത് അള്ളാഹുവിന്റെ ദീൻ നടപ്പാക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു കാരുണ്യവും അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാധനാ കാര്യങ്ങൾ മാത്രമല്ല, സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയുമാണ് അള്ളാഹു ദീൻ എന്ന് വിവക്ഷിച്ചിട്ടുള്ളത്. ആ ദീൻ അള്ളാഹുവിന്റെ ഭൂമിയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ജാഹിലിയത്തിനെ മറികടന്നുകൊണ്ട്, ജാഹിലിയത്തിനെ അതിജയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് ഈ ഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയുടെയും ഏതൊരു മുസ്ലിമിന്റെയും ദൗത്യം എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ ഖിറാഅത്തിൽ ഒരായത്ത് ഓതിയല്ലോ, സൂറത്ത് ശൂറയിലെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശറഅലക്കും മിനദ്ദീനി എന്നാണ്. ശറഅലക്കും മിനദ്ദീനി, നിങ്ങൾക്ക് ദീനിൽ ശരീഅത്താക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് ദീനിൽ നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് അൻ അഖീമുദ്ദീന, നിങ്ങൾ ഈ ദീനിനെ സ്ഥാപിക്കണം, ഈ ദീനിനെ നിങ്ങൾ നിലനിർത്തണം. ഇതാണ് ദീനിൽ നിങ്ങൾക്ക് ശരീഅത്താക്കിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഐച്ഛികമായ കർമ്മമല്ല, ഇതൊരു ദീനീ കർമ്മമാണ്, ഇത് ശർഈയായ ഒരു കർമ്മമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തരികയാണ് ചെയ്യുന്നത്. എന്നിട്ട്
5 പ്രവാചകന്മാരെയും അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ 5 പ്രവാചകന്മാരിലേക്ക് റെഫറൻസ് കൊടുക്കുന്നുണ്ട്. ആ 5 പ്രവാചകന്മാരും നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂക്തത്തിൽ അല്ലാഹു റെഫറൻസ് കൊടുക്കുന്ന, അല്ലാഹു മെൻഷൻ ചെയ്യുന്ന 5 പ്രവാചകന്മാരും ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ പേര് പറയുന്നതോടുകൂടി എല്ലാ പ്രവാചകന്മാരുമായി, മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയിട്ടുള്ള ശരീഅത്തായിരുന്നു, അല്ലാഹു ദീനിൽ നൽകിയിട്ടുള്ള ശരീഅത്തായിരുന്നു ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ദൗത്യം. ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശൂറയിൽ നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഉമ്മത്ത് എന്നുള്ള നിലക്ക് ഉമ്മത്തിന്റെ ദൗത്യമാണ്. ഉമ്മത്തിന്റെ ദൗത്യം ഒരു ഫർള് കിഫായ എന്നുള്ള നിലയിൽ മാത്രമല്ല വരുന്നത്, മറിച്ച് വ്യക്തികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമായിട്ട് അത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ വ്യത്യസ്ത പടവുകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുന്നു എങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുക, ആരാധനകൾ അനുഷ്ഠിക്കുക, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ സൂക്ഷ്മത കൈകൊള്ളുക, എന്റെ സാമ്പത്തിക ഇടപാടിലും എന്റെ പെരുമാറ്റ മര്യാദകളിലും എന്റെ സ്വഭാവ രീതികളിലും അള്ളാഹു എന്ത് പഠിപ്പിച്ചു, റസൂൽ എന്ത് പഠിപ്പിച്ചു, അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക. അപ്പൊ എന്റെ ജീവിതത്തിൽ ഇഖാമത്തുദ്ദീൻ സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. എനിക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ, കൂട്ടുകുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുക. അവിടെയുള്ള സാമ്പത്തിക ഇടപാടുകളിൽ, അനന്തരാവകാശത്തിന്റെ വിനിമയ രീതികളിൽ എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുക. അതാണ് അവിടെയുള്ള ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മളൊരു മഹല്ലിലേക്ക് വരുമ്പോഴുള്ള ഇഖാമത്തുദ്ദീൻ എന്താണ്? ഒരു മഹല്ലിലേക്ക് വരുമ്പോഴുള്ള ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ അവിടെ നമസ്കാരം നിലനിർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, സക്കാത്ത് വിതരണം ചെയ്യുന്നതിനും ശേഖരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ആ മഹല്ലിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തിലും രജ്ഞിപ്പിലും കഴിയുന്നതിന് രീതികൾ ഉണ്ടാക്കുക, മുസ്ലിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തർക്കങ്ങളെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്കനുസരിച്ച് തീരുമാനത്തിലേക്ക് എത്തിക്കുക. ഇതാണ് ഒരു മഹല്ലിലെ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. ഒരു സമുദായത്തിലെ ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമുദായം ആ സമുദായത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുക, അവിടുത്തെ ഇമാറത്ത്, അതിന്റെ ഇതാഅത്ത്, അനുസരണം, അതുപോലെ തന്നെ ശൂറാ സംവിധാനം, അവരുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ, ഇതിലെല്ലാം ഏതൊക്കെ അടിസ്ഥാനങ്ങളാണോ ദീനുൽ ഇസ്ലാം നൽകിയിട്ടുള്ളത് ആ അടിസ്ഥാനങ്ങൾ പാലിക്കുക. ഇനി ഒരു രാഷ്ട്രമായി വരികയാണ് എന്ന് വെക്കുക, എങ്കിൽ ആ രാഷ്ട്രത്തിലെ തെരഞ്ഞെടുപ്പ് രീതി, ഖലീഫയെ കണ്ടെത്തുന്ന രീതി, ആ ഖലീഫ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന രീതി, അയാളുടെ ശൂറാ സംവിധാനം, അയാളുടെ ഇമാറത്ത്, അയാളുടെ ഇതാഅത്ത്, അയാളുടെ സാമ്പത്തിക ക്രയവിക്രയ രീതി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പാലിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ പിന്തുടരുകയും ചെയ്യുക. ഇനി ലോകം എന്ന് പറയുന്ന ആശയത്തിൽ വരുമ്പോഴോ ലോകത്തിന്റെ നേതൃത്വം, ലോകത്തിലെ വ്യത്യസ്ത സമൂഹികളുമായിട്ടുള്ള ബന്ധങ്ങൾ, സന്ധികൾ, യുദ്ധങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തിജീവിതം മുതൽ മനുഷ്യകുലം ഒന്നാകെ വരുന്ന
എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളുണ്ട്. ആ വിധിവിലക്കുകൾ പൂവണിഞ്ഞു കാണാൻ, ആ വിധിവിലക്കുകൾ പുലർന്നത് കാണാൻ ഏതൊരു വിശ്വാസിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദും റിസാലത്തിന്റെ പ്രഖ്യാപനവും അംഗീകരിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാഗ്രഹമായിരിക്കും. ആ ആഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതാണ് നേരത്തെ ആദ്യമായി ഓതിവെച്ച ഖുർആൻ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത് എന്നതുകൂടി ഞാൻ വിശദീകരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്ത് എന്നുള്ള നിലയിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം പറയുന്നുണ്ട്, ഷഹാദത്ത് എന്ന ഉത്തരവാദിത്വം. എനിക്ക് ഈ ഷഹാദത്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു ഉൾക്കിടലുമുണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് എന്ന വാക്ക് എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചിലപ്പോ അത്ഭുതത്തോടു കൂടി ആലോചിച്ചു പോയിട്ടുണ്ട്. ഷഹാദത്ത് നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പുണ്ട് ഈ ഷഹാദത്ത് എന്ന വാക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ മുതുകിൽ നിന്ന് മുഴുവൻ മനുഷ്യകുലത്തെയും ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. എന്നിട്ട് അവയോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലാഹു ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? അപ്പൊ അവർ പറയും ബലാ, അതെ, ഷഹിദിന, ഞങ്ങൾ ഷഹാദത്ത് വരിച്ചിരിക്കുന്നു, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള ഒരാശയമുണ്ട്. അത് ഏകനായ ഒരു ഇലാഹുണ്ട് എന്ന ഒരാശയമാണ്. അവനോടുള്ള ഒരു ആഗ്രഹം, അവനിലേക്ക് തിരിയാനുള്ള ഒരു മനസ്സ്, അതെല്ലാവരുടെയും മനസ്സിൽ അല്ലാഹു നേരത്തെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. അത് ജനിക്കുന്നതിന് മുമ്പാ. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. ഇനി ജനിച്ചു കഴിയുമ്പോൾ സാഹചര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ആ ആശയങ്ങളൊക്കെ മറന്നു പോകുമ്പോ പ്രവാചകന്മാർ വന്നുകൊണ്ട് നമ്മളോട് പറയുന്നത് വീണ്ടും അത് തന്നെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരു ഇലാഹുവില്ല എന്ന് സാക്ഷ്യം വഹിക്കണമെന്ന് പറയണം. അപ്പോ വിശ്വസിക്കുന്ന ആളുകൾ ഈ വസ്തുത മനസ്സിന്റെ ഓർമ്മയിൽ നിന്ന് തികട്ടി വരികയും അത് സംഭവ ജീവിതവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ അപ്പൊ പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെയും ഷഹാദത്ത് എന്ന വാക്ക് വരുന്നുണ്ട്. അവിടെ നിൽക്കുന്നില്ല. പിന്നെ അല്ലാഹു അത് അംഗീകരിച്ചിട്ടുള്ള ആളുകളോട് പറയുന്ന ഒരാശയമുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ, അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങൾ റസൂലിന്റെയും ജനങ്ങളുടെയും മധ്യത്തിലാണ്. അങ്ങനെ ഒരു മധ്യമ സമുദായമാണ് നിങ്ങൾ. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകണം. റസൂലുടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിന്നല്ലോ, എന്തൊക്കെ വിഷയത്തിൽ എന്തൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം ഉയർന്നു വന്നു. ആ ജീവിതമുണ്ടല്ലോ, ആ ജീവിതം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം വഹിച്ചതുപോലെ ആ ജീവിതവുമായി നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കണം. നിങ്ങൾ ജനങ്ങളുടെയും റസൂലിന്റെയും മധ്യത്തിലുള്ള ഒരു സമുദായമാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദ. അവിടെയും ഷഹാദത്ത് എന്നാണ് പറയുന്നത്. അതിന് സാങ്കേതിക ഭാഷയിൽ ഷഹാദത്തുൽ ഹഖ്, ഷഹാദത്ത് ഹഖ് എന്ന് പറയും. ഈ ഷഹാദത്ത് ഹഖ് നിർവഹിച്ചുകൊണ്ടിരിക്കെ ചിലപ്പോൾ വലിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വരും, മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ അതിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരും. ജീവൻ ബലിയർപ്പിക്കുകയാണെങ്കിൽ അതിനും പറയുന്ന പേരെന്താണ്? ഷഹാദത്ത് എന്നാണ്. അപ്പോൾ അതിന് മലയാളത്തിൽ പറയാ രക്തസാക്ഷ്യം എന്നാണ്. രക്തസാക്ഷ്യം കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? അവിടെയും ഷഹാദത്ത് അവസാനിക്കുന്നില്ല. മറിച്ച് മരണത്തിനു ശേഷം അല്ലാഹു നമ്മെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. ഈ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ നമ്മുടെ സമുദായം ഉണ്ടാകുമല്ലോ, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർ.
ആ മനുഷ്യരെയും ഹാജരാക്കും, നമ്മളെയും ഹാജരാക്കും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, ഈ മനുഷ്യർക്ക് നിങ്ങൾ ഈ ഷഹാദത്ത്, ഈ സാക്ഷ്യം വരിച്ചോ എന്ന് ചോദിക്കും. അതിനും പറയുന്ന പേര് സാക്ഷ്യം എന്ന് തന്നെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, വകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. മുഹമ്മദേ, എങ്ങനെ ഉണ്ടാവും? ഓരോ സമുദായത്തിനും സാക്ഷിയായിട്ട് ഓരോരുത്തരെ കൊണ്ടുവരും. നിന്റെ സമുദായത്തിന് സാക്ഷിയായി താങ്കളെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാകും? താങ്കളുടെ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചു എന്ന് താങ്കൾക്ക് അള്ളാഹുവിന് മുമ്പിൽ ആ സമയത്ത് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയും സാക്ഷ്യമാണ്. ഞാൻ പറയുന്നത്, ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തുടങ്ങി പരലോകത്തെത്തിയാലും അവസാനിക്കാത്ത ഒരു വാക്കാണ്, ഒരു ചരട് പോലെ ജീവിതത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വാക്കാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷ്യമായിരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷ്യമായിരിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് അർത്ഥം ലേശൊന്ന് മാറ്റി പറയണം. പഴയ അർത്ഥം പറഞ്ഞാൽ പോരാ. അഷ്ഹദു, അഷ്ഹദു, ഞാൻ എന്റെ കൽബിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുകയും എന്റെ പ്രവർത്തനം കൊണ്ട് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ ഒരു ഇലാഹുമില്ല എന്നതിന്. നിങ്ങൾ എന്നെ നോക്കൂ, അല്ലാഹു ഒഴികെ ഒരു ഇലാഹുമില്ല എന്നതിന് ഞാൻ സാക്ഷിയാണ്. വേറെ ആര് വേണം സാക്ഷി? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്നതിന് ഞാനിതാ സാക്ഷിയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ആ ദൗത്യം നമ്മൾ നിർവഹിക്കുമ്പോൾ, ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ, ഞാൻ എന്റെ കുടുംബം എന്നുള്ള നിലയിൽ, മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ, മുസ്ലിം രാജ്യങ്ങൾ എന്നുള്ള നിലയിൽ അള്ളാഹുവിന്റെ ദീനിന് സാക്ഷ്യം വഹിക്കുമ്പോൾ, ആ സാക്ഷ്യമാണ് യഥാർത്ഥത്തിലുള്ള ഇഖാമത്തുദ്ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. ഇന്ന് ഇഖാമത്തുദ്ദീനിലേക്കുള്ള ചുവടുകൾ നമുക്ക് വെക്കാൻ കഴിയാതിരിക്കുന്നത് നമ്മൾ എതിർസാക്ഷ്യം വഹിക്കുന്നത് കൊണ്ടാണ്. എതിർസാക്ഷ്യം വഹിക്കുന്നത് കൊണ്ടാണ്. എന്നെ കണ്ടാൽ അല്ലാഹു മാത്രമാണ് ഇലാഹെന്ന് തോന്നില്ല. എന്നെ കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹുവിന്റെ റസൂൽ ആയിട്ട് ഞാൻ അംഗീകരിച്ചത് എന്ന് തോന്നില്ല. അതെന്റെ കുടുംബത്തെ കണ്ടാൽ തോന്നില്ല, എന്റെ സമുദായത്തെ കണ്ടാൽ തോന്നില്ല, എന്റെ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളെ കണ്ടാലും തോന്നില്ല എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് ഇസ്ലാം തകർച്ചയെ നേരിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അഖീമു ദൗലത്തൽ ഇസ്ലാമി ഫീ ഖുലൂബിക്കും, നിങ്ങൾ ഒരു ദീനി സാമ്രാജ്യം, ഇസ്ലാമികമായ സാമ്രാജ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉറപ്പിക്കുക. അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുന്ന ഒരു ഹൃദയം, അതിന് കീഴ്പ്പെടുന്ന ഒരു ഹൃദയം, ആ ഹൃദയം നിങ്ങൾ സ്വീകരിച്ചാൽ പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായ വഴിക്ക് നടന്നുകൊള്ളും എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം. മറ്റൊരു വിഷയത്തിലേക്ക് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കും. അത് കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. അതെന്താന്ന് വെച്ചാൽ, മുസ്ലിം സമൂഹത്തെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഇസ്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതിന്റെ സാക്ഷികളായി നിൽക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് നമ്മൾ വരുമ്പോൾ 120 കോടി ജനങ്ങൾ, കേരളത്തിലേക്ക് വരുമ്പോൾ 3.5 കോടി ജനങ്ങൾ. ഈ 120 കോടി ജനങ്ങളിൽ 10-20 കോടി മുസ്ലിങ്ങൾ ഉണ്ടാകും. 3.5 കോടി ജനങ്ങളിൽ 85 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. ഈ 10-20 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ, 85 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ
ഇന്ത്യയിലും കേരളത്തിലുമായി അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷികളായി നിലനിൽക്കുകയാണെങ്കിൽ അത് മതി ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനം നടക്കാൻ. അത് മാത്രം മതി ഇസ്ലാമികമായ ഒരു മാറ്റം ഇന്ത്യയിൽ സംഭവിപ്പിക്കാൻ. പക്ഷേ നമുക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വിശേഷിച്ചും ഇന്ത്യയിലേക്ക് വരുമ്പോൾ മുസ്ലിം സമൂഹത്തിന് 3-4 പ്രത്യേകമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഇന്ത്യയിലുള്ള പ്രവർത്തനത്തിൽ ഇഖാമത്തുദ്ദീന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായി മുസ്ലിം സമൂഹത്തെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവരാക്കി മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദൗത്യം. ഇവിടെ തനിമ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടാണ്. മുസ്ലിം സമൂഹം ഇസ്ലാമിനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അയാളുടെ ജീവിതം റെപ്രസെന്റ് ചെയ്യുന്നത് ശരിയായ ഇസ്ലാമിനെ ആയിരിക്കണം. അങ്ങനെ മാറ്റണമെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ശിഥിലമാണ്. അവർക്ക് ഏകീകരിച്ച ഒരു പ്ലാറ്റ്ഫോം ഇല്ല. നേരത്തെ തന്നെ ഒരുപാട് മദ്ഹബുകളുണ്ട്. ആ മദ്ഹബുകൾക്ക് കീഴിൽ വീണ്ടും മദ്ഹബുകൾ വന്നിട്ടുണ്ട്. ആ മദ്ഹബുകൾക്ക് തന്നെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ പിന്നെയും വന്നിട്ടുണ്ട്. അങ്ങനെ സംഘടനകളായും മസ്ലക്കുകളായും മദ്ഹബുകളായും വേർതിരിഞ്ഞു കിടക്കുന്ന അതിസങ്കീർണമായ ഒരു സാമൂഹ്യ ചുറ്റുപാടാണ് ഇന്ത്യയിലുള്ളത്. വ്യത്യസ്തമായ കമ്മ്യൂണിറ്റികളായിട്ട് അത് വേർതിരിഞ്ഞിരിക്കുന്നു. അവയെ ഏകീകരിക്കുന്ന ഒരു നേതൃത്വമില്ലെങ്കിലും വ്യത്യസ്ത സംഘടനകളുണ്ട്. ആ സംഘടനകളെ ഏകീകരിക്കാനുള്ള വഴികളും വളരെ കുറവാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യമെന്നത് ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ്. മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇഖാമത്തുദ്ദീനിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ദീനിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദീനിനെ വളർത്തണമെങ്കിൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള സംഘടനാ പക്ഷപാതിത്വങ്ങൾ അവസാനിപ്പിക്കുകയും ഒരുമിച്ച് നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ആവശ്യമായി വരികയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതിനുവേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ആവശ്യമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് മോഡി ഭരണമേറ്റെടുത്തതിന് ശേഷം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മോഡി ഭരണം ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ എല്ലാ പ്രശ്നങ്ങളും വിശദീകരിക്കാൻ നമുക്കിവിടെ സമയമില്ല. പക്ഷെ മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ ചിലത് പറയാം. മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ്, മതസമുദായമാണ്. മതസമുദായം എന്നുള്ള നിലയ്ക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ അവരുടെ അഖീദയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഖീദയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ആ അഖീദയിൽ കൈവെക്കുന്ന സ്വഭാവത്തിലാണ് പുതിയ വിദ്യാഭ്യാസ പദ്ധതി വരുന്നത്. -2 മുതൽ +2 വരെയുള്ള 14 വർഷത്തെ വിദ്യാഭ്യാസ പാക്കേജ് കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഹിന്ദു മതം ഒരു മതം എന്നുള്ള നിലക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച്. പക്ഷേ നാഷണൽ കൾച്ചർ എന്നുള്ള നിലയിൽ ശിർക്ക്പരമായ വിശ്വാസങ്ങൾ ഈ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിൽ അടിച്ചേൽപ്പിക്കപ്പെടും എന്നുള്ളത് യാതൊരു സംശയമില്ല. സരസ്വതി പൂജയും ലക്ഷ്മി പൂജയും ഭൂമി പൂജയും ഗംഗാ പൂജയും ഒക്കെ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ, കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി വരികയും നമ്മുടെ കുട്ടികൾ പോലും ഷിർക്കിന്റെ കൾച്ചറിൽ വളരുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി, മുസ്ലിം സമൂഹത്തിന് 1000 കൊല്ലങ്ങളുടെ പാരമ്പര്യമുണ്ട് ഇന്ത്യയിൽ. പുരാതന ഇന്ത്യയുടെയും മധ്യ കാലഘട്ടത്തിന്റെയും ആധുനിക ഇന്ത്യയുടെയും എല്ലാം
വളർച്ചയിലും നിലനിൽപ്പിലും രൂപീകരണത്തിലും സംസ്ഥാപനത്തിലും മുസ്ലിം സമൂഹത്തിന് അനിഷേധ്യമായ പങ്കുണ്ട്. ആ അടയാളങ്ങൾ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. കുത്തബ് മിനാറായും ചാർമിനാറായും താജ്മഹലായും ചെങ്കോട്ടയായും ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, മുസ്ലിം സമൂഹത്തിന്റെ ഈ രാജ്യം കെട്ടിപ്പടുത്തതിന് അവർ ഒഴുക്കിയിട്ടുള്ള വിയർപ്പിന്റെ ചിഹ്നങ്ങൾ അങ്ങനെ ഉയർന്നുയർന്നു നിൽക്കുകയാണ്. ഇന്നും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ അഭിമാനത്തോടുകൂടി നിലനിൽക്കുന്നത് രാജ്യത്തെ ഏത് കാലഘട്ടത്തിലും കെട്ടിപ്പടുക്കുന്നതിൽ ഞങ്ങളുടെ പൂർവികന്മാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ ആ പങ്കിനെ സംബന്ധിച്ച് അർത്ഥഗർഭമായ നിശബ്ദത പുലർത്തുവാനും കുറച്ചു കഴിയുമ്പോൾ ചരിത്രത്തിൽ നിന്ന് അതിനെ പിഴുതു മാറ്റുവാനും പുതിയ ചരിത്രം രചിക്കുവാനുമുള്ള ശ്രമം നടക്കുമെന്നുള്ളതും യഥാർത്ഥത്തിൽ മോഡി ഭരണത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരെ നിരന്തരമായി ജയിലുകളിൽ അടച്ചുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം ഇന്നും തുടരുകയാണ്. ഫേക്ക് എൻകൗണ്ടറുകൾ ഉണ്ടാക്കി, വ്യാജ ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കി, വ്യാജ ആക്രമണങ്ങൾ ഉണ്ടാക്കി മുസ്ലിം ചെറുപ്പക്കാർ ഇന്നും ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ്. മഅദനി അവരുടെ കൂട്ടത്തിൽ ഒരാളാണ്. നിങ്ങൾ കാണുന്നുണ്ട് സൽമാൻ ഖാന്റെ കഥ, നിങ്ങൾ കാണുന്നുണ്ട് ജയലളിതയുടെ കഥ, നിങ്ങൾ കാണുന്നുണ്ട് മഅദനിയുടെ കഥയും മഅദനിയെ പോലെയുള്ള ചെറുപ്പക്കാരുടെ കഥയും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ സാഹചര്യത്തെ നേരിടുവാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. ആ ശ്രമങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇഖാമത്തുദ്ദീനിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് ദീനിന്റെ തന്നെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വളരെ അടിയന്തരമായ ചില പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടായ്മകൾ ഉണ്ടാകണം. മാത്രമല്ല ഇതര മനുഷ്യ സമൂഹങ്ങളുമായി നിരന്തരമായ സൗഹാർദ്ദങ്ങൾ ഉണ്ടാകണം. ഹിന്ദു മുസ്ലിം ദ്വന്ദ്വം എന്ന് പറയുന്ന ഒരു ഏറ്റുമുട്ടലിന്റേതായ ഒരു സാഹചര്യം ഒരിക്കലും ഇന്ത്യയിൽ നിലനിൽക്കാൻ അനുവദിക്കരുത്. ഇത് മൗലികമായിട്ടുള്ളൊരു വിഷയമാണ്. ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത്? ഹിന്ദു മുസ്ലിം ഏറ്റുമുട്ടൽ നടക്കുന്നു, ഹിന്ദു മുസ്ലിം ദ്വന്ദ്വം നടക്കുന്നു എന്ന് വരരുത്. മറിച്ച് നാനാഭാഗങ്ങളിൽ നിന്നും സമരങ്ങളും പോരാട്ടങ്ങളും ഉയർന്നു വരണം. ദലിതരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ, അതുപോലെ തന്നെ വിവിധ പ്രൊജക്ടുകളുടെ ഇരകളായി മാറുന്നവരുടെ, ആദിവാസികളുടെ, അതുപോലെ മീൻപിടുത്തക്കാരുടെ പല ഭാഗങ്ങളിൽ നിന്നും ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടുള്ള പലതരത്തിലുള്ള സമരങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് ഹിന്ദു മുസ്ലിം ദ്വന്ദ്വം എന്ന രൂപത്തിലേക്ക് ഇന്ത്യൻ സാമൂഹ്യാവസ്ഥയെ ചുരുട്ടിക്കെട്ടാൻ അനുവദിക്കരുത്. മാത്രമല്ല ഹിന്ദുക്കളോടും ക്രൈസ്തവരോടും ഉദാരമായ രൂപത്തിലുള്ള സൗഹാർദ്ദ സമീപനം സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു സ്ട്രാറ്റജിക്ക് തന്നെ മുസ്ലിം സമൂഹം മുൻകൈയെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വലിയ സ്ട്രാറ്റജിയാണ്, വിശദീകരിച്ച് പറയേണ്ടുന്ന കാര്യമാണ്. ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഇന്ത്യയിലുണ്ടാകുന്നത്, കേരളത്തിലുണ്ടാകുന്നത് മുസ്ലിം സമൂഹത്തിന് ഗുണം ചെയ്യുകയില്ല, ഇന്ത്യക്ക് ഗുണം ചെയ്യുകയില്ല, കേരളത്തിന് ഗുണം ചെയ്യുകയില്ല, ആർക്കും ഗുണം ചെയ്യുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് പോലും പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ സൗഹാർദ്ദത്തിന്റെ സന്ദർഭമാണ്. ആ സൗഹാർദ്ദത്തിന്റെ സന്ദർഭങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇഖാമത്തുദ്ദീനിന്റെ ഭാഗമായി തന്നെ വരേണ്ടുന്ന കാര്യമാണ്. പൊളിറ്റിക്കലി, രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തെ സ്ട്രെങ്തൻ ചെയ്യണം. അവർ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ കരുത്തുറ്റ ഒരു ഭാഗമായി തീരണം. എന്നിട്ട് പ്രവർത്തിച്ച് സ്വന്തമായി അള്ളാഹുവിന്റെ ദീനിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധ്യമാകണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതിനെ ഒന്നുകൂടി ചെറുതായി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ് നമ്മുടെ അഖീദ. ഈ അഖീദ അംഗീകരിച്ചവനിൽ നിന്ന് സ്വാഭാവികമായി വന്നു ചേരുന്ന ഒരു ലക്ഷ്യമുണ്ടാകും. അത് ആ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഈ ഭൂമിയിൽ പുലരണം. ആ റസൂലിന്റെ മാതൃകയനുസരിച്ചുള്ള ഒരു സാമൂഹ്യ സംവിധാനം ഈ ലോകത്തുണ്ടാകണം.
ഏതൊരു വിശ്വാസിയുടെയും മനസ്സിലുണ്ടാകുന്ന ഈ വിചാരം, ആ വിചാരമാണ് ശറഅലക്കും മിനദ്ദീനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള നേരത്തെ ഓതിവെച്ച ആയത്തിൽ പറയുന്നത്. അതുതന്നെയാണ് മുസ്ലിം സമൂഹത്തിന്റെ ലക്ഷ്യം, ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ നിന്ന് തുടങ്ങി ഈ ലോകത്തിന്റെ വിശാലമായ വ്യവസ്ഥ വരെ നീണ്ടു നിൽക്കുന്ന, സാമൂഹ്യ ഘടന വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആശയമാണ്. അവിടെ മുഴുവൻ അള്ളാഹുവിന്റെ ദീൻ പുലരുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇന്ത്യയിൽ ഇതിനു വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മുസ്ലിം സമുദായം എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സാംസ്കാരികമായി സാമ്പത്തികമായി ഉയർച്ചയും വളർച്ചയും നേടിക്കൊണ്ട് ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിൽ നേരത്തെ പങ്കാളികളായതുപോലെ തന്നെ കരുത്തുറ്റ പങ്കാളിത്തം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാഗധേയം നിർവഹിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് സാക്ഷികളായിക്കൊണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മുസ്ലിം സമൂഹം ഇന്ത്യയിൽ സാമ്പത്തികമായും വളരെ പരാധീനതകളിൽ നിൽക്കുന്നവരാണ്. വിഷൻ 2016 എന്ന ഒരു പ്രൊജക്ടിന് നേതൃത്വം നൽകപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഞാൻ വഹിക്കേണ്ടി വരുന്ന ചുമതല കേന്ദ്രത്തിലെത്തിയതിനു ശേഷം അതായിരിക്കുമെന്നാണ്. അടുത്ത ഒരു 10 വർഷത്തേക്കുള്ള ഒരു പ്രൊജക്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ 10 വർഷത്തേക്കുള്ള പ്രൊജക്റ്റിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. കുറെ രീതികൾ നിശ്ചയിച്ചിട്ട് ആ രീതികളിൽ ഇന്ത്യയിലെ പൊതുസമൂഹത്തോട് മുസ്ലിം സമൂഹത്തെ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഏറ്റെടുത്തത്. ലിറ്ററസിയിൽ പൊതുസമൂഹത്തിന് എത്രയാണോ ലിറ്ററസി, അത്രയും മുസ്ലിങ്ങൾക്ക് ലിറ്ററസി വേണം. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിൽ പൊതുസമൂഹത്തിൽ എത്രയാണോ പ്രാതിനിധ്യമുള്ളത്, ആ പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് ജനസംഖ്യ ആനുപാതികമായി വരണം. ഇങ്ങനെ 4-5 മേഖലകൾ നിശ്ചയിച്ചുകൊണ്ട് ആ മേഖലകളിൽ പൊതുസമൂഹത്തോട് എത്തിക്കുവാനുള്ള തീവ്രമായ ഒരു പ്രവർത്തനം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും ഗവൺമെന്റ് ഏജൻസികളും ഗവൺമെന്റ് ഇതര ഏജൻസികളും ചെയ്യുകയും അതിന് ഒരു നേതൃത്വം വഹിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും വിഷന്റെ ചുമതല. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനും പങ്കാളിത്തം ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാന്യമായ നിലനിൽപ്പുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ കൂടിയാണ് ആ പ്രവർത്തനം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ലാം.